ഗുരുവായൂരപ്പ ശരണം. ശ്രീ തിരുമംഗലത്തെ ശരണനാരായണ. ഓം ശ്രീമന്നാരായണീയം. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഓം. ഒന്നാം ശ്ലോകം. ഓം ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡ അധിരാജസ്ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. കദാചിത് ഒരിക്കല് ത്വൽഭക്താത്മാ അങ്ങയുടെ ഭക്തനായിട്ടുള്ള പാണ്ഡ്യഖണ്ഡാധിരാജ പാണ്ഡ്യരാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള രാജാവ് ഇന്ദ്രദ്യുമ്നൻ എന്ന പേര് ചന്ദനാദ്രൗ ചന്ദനപർവ്വതത്തിൽ അല്ലെങ്കിൽ മലയപർവ്വതത്തിൽ ത്വൽസേവായാം അവിടെ ഭജിക്കുക എന്നുള്ളത്, ഭഗവാനെ തപസ് ചെയ്യുക എന്നത് ഒരു സ്ഥായി ഭാവത്തിൽ എടുത്തിട്ടുള്ള മഗ്നധീഹി, അതാണ് ത്വൽസേവായാം മഗ്നധീഹി, സദാസമയത്തും ഭഗവാനെ ഭജിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആതിഥ്യകാമം, അതിഥിയായിട്ട് ഈ ഇന്ദ്രദ്യുമ്ന രാജാവിൽ നിന്നും അതിഥി പൂജ സ്വീകരിക്കണം എന്ന ആഗ്രഹത്തിൽ പ്രാപ്തം, അങ്ങനെ വന്നെത്തിയതായിട്ടുള്ള അഗസ്ത്യ മഹർഷി ഗുരുവാണ്, ഇന്ദ്രദ്യുമ്നന്റെ ഗുരുവാണ്. ആലുലോകേ ഏവ, അദ്ദേഹം ഒന്ന് നോക്കാൻ പോലും അങ്ങനെ പറ്റിയില്ല. എന്താ കാരണം? ധ്യാനം നിമഗ്നനായതുകൊണ്ട് ഗുരു വന്നത് പാവം അറിഞ്ഞില്ല. അഗസ്ത്യന് വന്നു, പക്ഷേ അത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ സ്വതേ വളരെ ഗംഭീരമായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊരബദ്ധമായി തീർന്നു എന്ന് പറയാണ്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീഹി ആലുലോകേ ന ഏവ അഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. പദച്ഛേദം. കദാചിത് ത്വദ്ഭക്താത്മാ പാണ്ഡ്യഖണ്ഡാധിരാജ ഇന്ദ്രദ്യുമ്നഃ ചന്ദനാദ്രൗ ത്വൽസേവായാം മഗ്നധീഹി ആദിത്യകാമം പ്രാപ്തം അഗസ്ത്യം ന ആലുലോകേ ഏവ. ഒരിക്കല് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പാണ്ഡ്യരാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ, ചന്ദനപർവ്വതത്തിൽ അവിടെ ഭഗവാനെ ധ്യാനിക്കുക, പൂജിക്കുക, തപസ് ചെയ്യുക. ആ സമയത്ത് ധ്യാനം നിമഗ്നനായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിഥി സൽക്കാരം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷി അവിടെ വന്നു. പക്ഷേ അദ്ദേഹം രാജാവ് കണ്ണ് തുറന്നില്ല, ഗുരുവിനെ കണ്ടില്ല, സ്വീകരിച്ചില്ല. അപ്പോൾ വല്ലാത്തൊരു വിഷമായി അഗസ്ത്യ മഹർഷിക്ക്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാത് സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. അഥ അതിനുശേഷം കുംഭോദ്ഭൂതി, ഈ കുംഭയോനിയായിട്ടുള്ള, കുംഭത്തിൽ നിന്നും ഉത്ഭവിച്ചതായിട്ടുള്ള, പുറമേക്ക് വന്നതായിട്ടുള്ള ആ അഗസ്ത്യ മഹർഷിയാവട്ടെ സംഭൃത ക്രോധഭാര, രാജാവ് സ്വീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ശുണ്ഠി വന്നു. ആ കോപം മുഴുത്തവനായിട്ട് സ്തബ്ധാത്മാ, മനസ്സ് സ്തംഭിച്ചതായിട്ടുള്ള ത്വം, അല്ലയോ രാജാവേ അങ്ങ്, സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം, ഇത് ആനയുടെ ഒരു പ്രകൃതിയാണ്. അപ്പം ഇങ്ങനെ ആനയുടെ പ്രകൃതി ആയിട്ടുള്ള നീ ഹസ്തിഭൂയം ഭജ, അങ്ങനെ തന്നെ ഒരു ആനയാവട്ടെ. ഇതി ഏനം, ഇങ്ങനെ ഇപ്രകാരം ശപ്ദ്വ, അഗസ്ത്യ മഹർഷി ഈ ഇന്ദ്രദ്യുമ്നനെ ഇപ്രകാരം ശപിച്ചു. പ്രത്യേക, എന്നിട്ട് മടങ്ങിപ്പോയി. സഹ അപി ഇന്ദ്രദ്യുമ്നം, ആ ഇന്ദ്രദ്യുമ്നാവട്ടെ ത്വൽസ്മൃതി വ്യക്തിധന്യം, ഭഗവാനെ തന്നെ സ്മരിച്ചതുകൊണ്ട് അവിടെ ആ ജീവൻ ധന്യമായിരിക്കുന്ന ആ സമയത്ത് ഹസ്തീന്ദ്രത്വം ലേഭേ, ഗജരാജാവസ്ഥയെ പ്രാപിച്ചു. എന്നുവെച്ചാൽ ആനയായി തീർന്നു, ശാപം കൊണ്ട് ആനയായി തീർന്നു. പക്ഷേ അത് എങ്ങനെയായില്ല? ഭഗവാനെ തന്നെ സ്ഥിരം സ്മരിച്ചത് കൊണ്ട് അതൊരു അബദ്ധമായിട്ട് തീർന്നില്ല. അവിടെ ആനകളുടെ രാജാവായിട്ട് ഹസ്തി ഇന്ദ്ര എന്നുള്ള അവസ്ഥയിലെ പ്രാപിച്ചു. അഥ കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ.
ഇതി ഏനം ശബ്ദ്വാ പ്രത്യഗാത് സഹ അപി ത്വൽ സ്മൃതി വ്യക്തിധന്യം ഹസ്തീന്ദ്രത്വം ലേഭേ. ഭഗവാൻ സദാസമയത്തും ഭഗവാൻ ഉള്ളിലിങ്ങനെ വിളങ്ങിയിരിക്കുകയാണ് ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ. അപ്പോൾ ആ സമയത്താണ് അഗസ്ത്യ മഹർഷി വന്നത്. ഈ അഗസ്ത്യ മഹർഷിയെ സ്വീകരിച്ചില്ല എന്നത് കുറച്ചൊരു വിഷമമുണ്ടായി അഗസ്ത്യ മഹർഷിക്ക്. അറിഞ്ഞുകൊണ്ട് അവമാനിക്കുകയാണോ എന്ന് തോന്നി. അതുകൊണ്ട് കോപമുണ്ടായി. ആ കോപം അങ്ങോട്ട് ശുണ്ഠിയായിട്ട് ശാപമായിട്ടാണ് പുറത്തേക്ക് വന്നത്. കാരണം കണ്ടുപിടിച്ചു. ഇത് ആനയുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ആനയുടെ ഈ സ്വഭാവമുള്ള നീ ഒരു ആനയായി പോകട്ടെ എന്നിങ്ങനെ ശപിച്ചു. ഇന്ദ്രദ്യുമ്നൻ്റെ വിഷമം ആ സമയത്ത് അവിടെ ഇന്ദ്രദ്യുമ്നന് മുക്തി കിട്ടാറായിരുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷി അങ്ങനെ ശപിച്ചു എന്നതിൻ്റെ കാരണം ഇനി അധികം കാലം വേണ്ട, ഒരു ശരീരം കൂടിയും കിട്ടാൻ പ്രാരബ്ധം ബാക്കിയുണ്ട്, അത് ആനയായിട്ടാണ് തീർന്നോട്ടെ, എന്നാൽ വേഗം കഴിയും, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നെ മുക്തി കിട്ടും, ഇത് കണക്കാക്കിക്കൊണ്ടാണ് ശപിച്ചത് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ശപിച്ചതിൻ്റെ ശേഷം ത്രികാലജ്ഞാനിയാണ് അഗസ്ത്യ മഹർഷി. ഏതായാലും ശാപം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. ഇന്ദ്രദ്യുമ്നനും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ശാപം കിട്ടിയത്. അതുകൊണ്ട് ആ ശാപം ഒരു അനുഗ്രഹമായി തീർന്നു. ആനകളുടെ രാജാവ് എന്ന നിലയ്ക്ക്, മൃഗങ്ങളുടെ സിംഹത്തിനെ പോലും ഭരിക്കുന്നതായിട്ടുള്ള രാജാവ് എന്ന നിലയ്ക്ക് മാറുകയും ചെയ്തു. അങ്ങനെ ആനയായിട്ട് വിഹരിക്കണം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്ത്യഭൂയം ഭജ ഇതി ശബ്ദ്വാ അഥ ഏനം പ്രത്യഗാത് സഹ അപി ലേഭേ ഹസ്തേന്ദ്രത്വം ത്വത് സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്ത്യഭൂയം ഭജേതി ശബ്ദ്വാഥൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തേന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. അതിനുശേഷം ദുഗ്ധാംഭോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയാ ത്വൽഭക്താനാം കുത്ര നോൽക്കർഷലാഭാം. അയം യൂഥപഃ, ഈ ഗജനായകൻ, കൂട്ടത്തിൻ്റെ നായകനായിട്ടുള്ള ഈ ആനനായകൻ ഗജേന്ദ്രൻ, വശാഭി സഹ, പിടിയാനകളോട് കൂടിയിട്ട്, തൻ്റെ വശത്തിലിരിക്കുന്നതായിട്ടുള്ള മറ്റുള്ളവർ, അത് ആനകൾ തന്നെയാണ്. അപ്പോൾ പിടിയാനകളോട് കൂടിയിട്ട് ദുഗ്ധാംഭോദേഹെ, പാലാഴിയുടെ മധ്യഭാജി, പാലാഴിയുടെ നടുക്കിലുള്ള ത്രികൂടം എന്ന ശൈലേ, ആ പർവ്വതത്തിൽ ക്രീഡിക്കുന്നു, വിഹരിക്കുന്നു, അവിടെയാണ് താമസം. ശക്തിയ, സ്വന്തം ദേഹബലം കൊണ്ട്, എന്തൊക്കെ ശക്തിയാ, ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ശക്തിയുണ്ട്, ആനയാണെന്നുള്ള ശക്തിയുണ്ട്, വലിയ ശരീരം. അതേപോലെ ഗജങ്ങളുടെ ഇന്ദ്രനാവാൻ തോക്കമുള്ള, ഗജങ്ങളുടെ രാജാവായിട്ട് സിംഹത്തിനെ പോലും ഭരിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് ശക്തിയ സർവാൻ ജന്തൂൻ, എല്ലാ ജന്തുക്കളെയും അത്യവർത്തിഷ്ഠ, അതിക്രമിച്ചു എന്ന് വെച്ചാൽ അവരുടെ മീതെ ആയി ഈ ആനയുടെ സ്ഥാനം. ത്വൽ ഭക്താനാം കുത്ര ഉത്കർഷലാഭ എന്ന, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എവിടെയെങ്കിലും ഉത്കർഷത്തിന് കുറവുണ്ടാവുമോ? എവിടെയും കുറവുണ്ടാവില്ല എന്ന് സാരം. ദുഗ്ധാംഭോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയാ ത്വൽഭക്താനാം കുത്ര നോൽക്കർഷലാഭ. അയം യൂഥപഃ വശാഭിഃ സഹ ദുഗ്ധാംഭോധേഃ മധ്യഭാജി ത്രികൂടേ ശൈലേ ക്രീഡൻ ശക്തിയാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ത്വൽഭക്താനാം കുത്ര ഉത്കർഷലാഭഃ ന. അവിടെ ദുഗ്ധാംഭോധേഃ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപഃ അയം വശാഭി സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശക്തിയാ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. ഈ ആനയുടെ നായകനായിട്ടുള്ള ഗജേന്ദ്രനായിട്ടുള്ള അനവധി പിടിയാനകളോട് കൂടിയിട്ട് പാലാഴിയുടെ നടുക്കിലുള്ള ത്രികൂടം എന്നുള്ള പർവ്വതത്തിൽ വിഹരിക്കുന്നതായിട്ട്, ക്രീഡിക്കുന്നതായിട്ട്, പലതും അങ്ങനെയാണല്ലോ, എല്ലാം കയ്യിലുണ്ട് വെച്ചാൽ അങ്ങനെയുള്ള ചില ക്രീഡകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ദേഹബലം കൊണ്ട് എല്ലാ ജന്തുക്കളെയും ഭരിച്ചു ഗജേന്ദ്രനായിക്കൊണ്ട്. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയെങ്കിലും ഈ ഉത്കർഷത്തിന് എന്ന് വെച്ചാൽ ഉയർച്ചയ്ക്ക് എല്ലാം സ്വായത്തമാവുമെന്ന് സാരം. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. സ്വേനസ്ഥേം നാദിവ്യദേശത്വശക്തിയാ സ്വയം ഖേദാൻ അപ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ കർമ്മതാന്തസ്സരസ്യാം യോധൈ സാർത്ഥം പ്രണുന്നോഭിരേമേ. കദാചിത്, ഒരിക്കൽ, സഹ, ആ
ആന അയം ഈ ഗജമായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ സ്വേന തൻ്റെ സ്ഥേംന ശക്തി കൊണ്ട് സ്ഥായിയായിട്ടുള്ള ധാമത്തിലിരിക്കുന്ന അതാണ് സ്ഥേംന. അപ്പോൾ എന്താ സ്ഥായിയായിട്ടുള്ള ഭാവം? ഭഗവാനിൽ ഭക്തിയുണ്ട്, അതേപോലെ തന്നെ ഈ ശക്തി ഭഗവാന് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗജേന്ദ്രനായിട്ട് ഇരിക്കുന്നു. ആ ഭക്തിഭാവത്തെ ഭക്തിഭാവമായ ശക്തിഭാവം കൊണ്ട് ദിവ്യദേശത്വ ശക്തിയാ. പിന്നെ ദിവ്യമായിട്ടുള്ള ദേശത്തിൻ്റെ ശക്തി. പാലാഴിയാണ്, ഈ പാലാഴിയിൽ ത്രികൂടം, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അവിടെ തന്നെയാണ് ആനയായിട്ട് ജനിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഖേദാൻ ദുഃഖങ്ങൾ അപ്രജാനൻ അറിഞ്ഞില്ല, ഒരു ദുഃഖവും അറിഞ്ഞില്ല. കർമ്മതാന്ത ഇപ്പോൾ ഇങ്ങനെ ഒരു തവണ വേനലിൻ്റെ ശക്തി കാരണം കുറച്ചൊരു ക്ഷീണിച്ചു. വെള്ളം കിട്ടാനില്ല, അങ്ങനെ പല ആഹാരം കിട്ടാനില്ല, അപ്പോൾ ക്ഷീണായി. കർമ്മതാന്ത എന്നെ കാലാവസ്ഥ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ബാധിക്കും. ഇവിടെ ആന ദുഃഖങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും കാലാവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊരു വിഷമുണ്ടായി. കർമ്മതാന്ത ക്ഷീണിച്ചു വേനലിൻ്റെ ശക്തി കാരണം. ശൈലപ്രാന്തേ ആ ത്രികൂടത്തിൻ്റെ താഴ്വരയിലുള്ള സരസ്യാം കുറച്ച് ദൂരെയായിട്ട്, ഇവിടെയൊക്കെ വെള്ളമില്ലേണ്ടല്ല, ആ സമയത്ത് മഴ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയതാ. അങ്ങനെ ശൈലപ്രാന്തത്തിലുള്ള ഈ സരസ്സിൽ വന്നു. ത്വൽ പ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് യൂഥൈഹി സാർത്ഥം അഭിരേമേ ആനക്കൂട്ടങ്ങളോട് കൂടിയിട്ട്. പിടിയാനകളുണ്ട്, മറ്റ് ആനകളുണ്ട്, ഒപ്പം ആനക്കുട്ടികളുണ്ട്. ഇങ്ങനെ യഥാഗൃഹി എന്ന് ഭാഗവതം. അങ്ങനെയുള്ള ആനക്കൂട്ടങ്ങളോട് കൂടിയിട്ട് ഈ വരുണൻ്റെ ഒരു ഋതുമത്ത് എന്നുള്ളൊരു സരസ്സാണ്. അവിടെ വന്നിട്ട് ക്രീഡിച്ചു എന്നാണ് ഈ ത്രികൂട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ. വേറെ എവിടെയും വെള്ളമില്ല, ഇവിടെ ധാരാളം വെള്ളം ഉണ്ട്. ഇനി ശുദ്ധജലമാണ്, താമര നിറച്ചിരിക്കുന്നത്, അവിടെയാണ് വന്നത്. സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്രിയ സോയം ഖേദാൻ അപ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ കർമ്മതാന്ത സരസ്യാം യൂഥൈ സാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. കദാചിത് സഹ അയം സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്രിയ ഖേദാൻ അപ്രജാനൻ കർമ്മതാന്ത ശൈലപ്രാന്തേ സരസ്യാം ത്വൽപ്രണുന്ന യൂഥൈ സാർത്ഥം അഭിരേമേ. സ്വേന സ്ഥേംന ദിവ്യദേശത്വശക്രിയ സഹ അയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ കർമ്മതാന്ത സരസ്യാം യൂഥൈ സാർത്ഥം ത്വൽപ്രണുന്ന അഭിരേമേ. ഹൂഹൂസ്താവദ്ദേവലസ്യാഭിശാപാർഗ്രാഹീ ഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. താവത് ആ സമയത്ത് ദേവലസ്യ അഭി ദേവല മഹർഷി എന്ന പേരായിട്ടുള്ള ഒരാൾ, അദ്ദേഹവും ഇതേപോലെ തന്നെ ശാപാത് ഒരു ശാപം ഹേതുവായിട്ട് ഗ്രാഹീഭൂത മുതലയായി തീർന്നിട്ട് തജ്ജലേ ആ ജലത്തിൽ വർത്തമാനം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഹൂഹു എന്ന ഒരു ഗന്ധർവൻ ദേവല മഹർഷിയെ ഒരിക്കലും ഹൂഹു ചെന്നിട്ട് മുതലയായിട്ട് കാല് പിടിച്ചു ആ ഗന്ധർവൻ. അപ്പോൾ ശുണ്ഠി വന്നു. ദേവല മഹർഷി ശപിച്ചു, നീ ഇങ്ങനെ അച്ഛാ മുതലയായിട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ആ ഹൂഹു എന്നുള്ള ഗന്ധർവൻ മുതലയായിട്ട് ഇതേ സരസ്സിൽ കിടക്കുന്നുണ്ട്. ഏനം ഹസ്തിനം ഈ ഗജത്തെ പാദദേശേ കാലിൽ വന്നങ്ങോട്ട് ജഗ്രാഹ പിടിച്ചു. ഹി ജഗ്രാഹ ഹി ആ ഈ എന്താണ് അവിടെ ശാപമോക്തിയായിട്ട് കൊടുത്ത് ഭക്തന്റെ കാല് പിടിച്ചോളൂ, എന്നാൽ മുക്തി കിട്ടുമെന്നാണ് ശാപമോക്ഷം. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ ഇങ്ങനെ ആനയായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ ആനയെ പിടിച്ചാൽ ഉറപ്പാണ്, കാരണം അത്ര ഭക്തനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജഗ്രാഹ അവിടെ പിടിച്ചു. എന്നിട്ടോ ശാന്തിയർത്ഥം സ്വകാനാം ശ്രാന്തിദഹ അസി ശാന്തിയർത്ഥം ശാന്തിക്ക് വേണ്ടിയിട്ട് സ്വകാനാം തൻ്റെ ഭക്തന്മാർക്ക് ശ്രാന്തിദഹ ഈ ശ്രമിക്കുന്നവർക്ക് ശ്രമം നൽകുന്നത്, അതായത് ശാന്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എപ്പോഴും ഉത്സുകനാണ്. ആ ഒരു ഭാവമാണ് ശ്രാന്തിദഹ അസി. ഭക്തന്മാർക്ക് ശാന്തിയെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഭാവം അങ്ങേക്ക് എപ്പോഴും ഉണ്ടല്ലോ, ഭക്തവത്സലനാണല്ലോ എന്നതാണ് അവിടെ അർത്ഥം. താവത് ദേവലസ്യ അഭി ശാപാത് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാനം ഹൂഹൂഹു ഏനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ ഹി ശാന്ത്യർത്ഥം സ്വകാനാം ശ്രാന്തിദഹ അസി. അന്വയം. ഹൂഹൂഹു ഹൂഹൂ താവത് ദേവലസ്യ അഭി ശാപാത് ഗ്രാഹീഭൂത തത് ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്തിയർത്ഥം ഹി ശ്രാന്തിദഹ അസി സ്വകാനാം. പദച്ഛേദം. ഹൂഹൂസ്താവദ്ദേവലസ്യാഭിശാപാർഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ത്വൽസേവായ വൈഭവാത് ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ത്വൽസേവായാ
അങ്ങയുടെ ഭജനത്തിൻ്റെ വൈഭവാത്, ആ ശക്തി കൊണ്ട്. അപ്പോൾ തത്സേവായ വൈഭവാത്, അങ്ങനെയുള്ള ഭഗവാന്റെ സദാസമയത്തും ഭക്തനായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുക എന്ന് ചെയ്തുകൊണ്ട് അതിനൊരു ശക്തി കിട്ടി. ആ ശക്തി കൊണ്ട് വത്സരാണാം, വർഷങ്ങളുടെ സഹസ്രം, 1000 വർഷങ്ങൾ, സഹസ്രം വത്സരാണാം 1000 സംവത്സരങ്ങൾ ദുർനിരോധം, ഒരു തടസ്സവുമില്ലാതെ കണ്ട് സുഖിക്കുക. ആനയല്ലേ, വേറൊന്നും നോക്കാനുമില്ല. ദുർനിരോധം, തടസ്സമില്ലാതെ കണ്ട യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള തം, ആ ഹസ്തിവര്യം. ഇവിടെ ആന വെള്ളത്തിലിറങ്ങി മുതല കാലുമ്പര് പിടിച്ചു, അങ്ങനെ 1000 വീണ്ടും 1000 വർഷം വേണ്ടി വന്നു. നോക്കണേ, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉത്കർഷം ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ പാദത്തിൽ പിടിച്ചതായിട്ടുള്ള ഈ മുതല ആനയ്ക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ആനയുടെ എല്ലാ ഓജസ്സും തേജസ്സും ഊറ്റിക്കുടിച്ചു, രക്തം ഊറ്റിക്കുടിച്ച് അങ്ങനെ വേദന ഉണ്ടാക്കി. 1000 കൊല്ലം അത് നീണ്ടു നിന്നു. ഒരു തടസ്സമില്ലാതെ കണ്ട് സുഖിച്ചതായിട്ടുള്ള ഈ ആനയ്ക്കും ഈ മുതലപ്പിടുത്തം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? തം ഹസ്തിവര്യം ത്വത്പാദൈകാഗ്രസിദ്ധേഹി. അതേപോലെ അങ്ങനെയുള്ള ആ ഹസ്തിവര്യം ഗജശ്രേഷ്ഠനെ, എല്ലാവരാലും വരിക്കപ്പെടുന്നതായിട്ടുള്ള മഹാശ്രേഷ്ഠനായിട്ടുള്ള ഈ ഗജേന്ദ്രനെ അങ്ങയുടെ പാദങ്ങളിൽ ഏകാഗ്രത സിദ്ധിക്കുവാൻ വേണ്ടി, ത്വൽപാദ ഏകാഗ്രസിദ്ധീഹി, അങ്ങയുടെ പാദത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഭാവത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് കാലേ പ്രാപ്തേ, ആ സമയം വന്നു കഴിഞ്ഞപ്പോൾ ത്വം, അങ്ങ് നക്രാക്രാന്തം, ഈ മുതലയാൽ ആക്രമിക്കപ്പെട്ടവനായിട്ട് വ്യഥാഹ തീർത്തുപോയി. ഭഗവാൻ എന്ത് ചെയ്തു? ഈ മുക്തി കൊടുക്കാറായി ഇന്ദ്രദ്യുമ്നനെ എന്ന് കണക്കാക്കി ആ സമയം വന്നപ്പോഴാണ് ഈ ഊഹു എന്ന ഗന്ധർവൻ മുതലയായിട്ട് ആ സരസിലുള്ളത് കാലിൽ പിടിച്ചത്. അതുവരെ പിടിച്ചില്ല. അപ്പോൾ എപ്പോഴാണോ നമുക്ക് എന്ത് കർമ്മഫലമാണോ അനുഭവിക്കേണ്ടത് അപ്പോഴാണ് ആ കർമ്മഫലം നമ്മളെ തേടി വരിക. ഇവിടെ ഇന്ദ്രദ്യുമ്നനെ സുഖമായിട്ട് കഴിയുന്നതായിട്ട്, സുഖിച്ച് കഴിയുന്നതായിട്ട് ഇന്ദ്രദ്യുമ്നനെ ഇപ്രകാരത്തിൽ വന്ന് പിടിച്ചത് മുക്തി കിട്ടാറെ. ആ ദേഹത്തിൻ്റെ സുഖം ഇനി കഴിഞ്ഞു, ഇനി പ്രാരബ്ധമില്ല. ഇനിയുള്ള പ്രാരബ്ധം കുറച്ച് വേദനയാണ്. ആദ്യം സുഖിച്ചു, പിന്നെ ദുഃഖിക്കുക. ഈ ദുഃഖത്തിൻ്റെ അവസാനം മുക്തിയാണ്. ആ സമയത്താണ് അത് കിട്ടിയത്. ത്വത്സേവായാഹ വൈഭവാത് വത്സരാണാം സഹസ്രം ദുർനിരോധം യുദ്ധ്യന്തം തം ഹസ്തിവര്യം ത്വൽപദ ഏകാഗ്രസിദ്ധി കാലേ പ്രാപ്തേ ത്വം നക്ര അക്രാന്തം വ്യഥാഹ. അന്വയം. ത്വത്സേവായ വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദ ഏകാഗ്രസിദ്ധി നക്ര ആക്രാന്തം ഹസ്തിവര്യം വ്യഥാഹത്വം എന്ന് പദച്ഛേദം. ത്വൽസേവായ വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ഭഗവാന്റെ ഭജനത്തിന്റെ ശക്തി കൊണ്ട് അനവധി വർഷങ്ങൾ സുഖിച്ച് തന്നെ ഒരു തടസ്സമില്ലാതെ കണ്ട് സുഖിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഭക്തന്റെ കാലി പിടിച്ച മുക്തി കിട്ടും എന്ന് ശാപമുക്തി ഉള്ളതായിട്ട് ഹോഹു എന്നുള്ള ഗന്ധർവൻ മുതലയായിട്ട് ഈ ഗജേന്ദ്രന്റെ പിൻകാലിൽ പിടിച്ചതോട് കൂടിയിട്ട് പിന്നീട് അങ്ങോട്ടുള്ളത് മുഴുവൻ തൻ്റെ ശക്തിയും ഓജസ്സും മുഴുവൻ ചോർന്നു പോവുകയാണ്. ഭഗവാന്റെ ഏകാഗ്ര ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് സമയം വന്നു കഴിഞ്ഞപ്പോൾ മറ്റേത് സുഖിക്കുമ്പോൾ ഈ ഏകാഗ്രഭക്തി കിട്ടില്ല. സുഖത്തിൽ ഏകാഗ്രഭക്തി കിട്ടുകയാണ് വേണ്ടത്. അതത്ര എളുപ്പമല്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിച്ചു, എന്നാലൊരു മുതലപ്പെടുത്തായിക്കോട്ടെ എന്ന്. അങ്ങനെ മുതലയുടെ അക്രമത്തിൽ ഈ രാജാവ് പെട്ടുപോവുകയും ചെയ്തു. അപ്പോൾ സുഖിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യംഗ്യമാണ് അവിടെ. എപ്പോഴാണോ ദുഃഖം വരുന്നത് നമ്മളപ്പോഴേ ഭഗവാനെ വിളിക്കില്ലേ? അങ്ങനെ പോരാ. നമ്മൾ എപ്പോഴാണോ സുഖിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഭഗവാനെ വിളിക്കേണ്ടത്. അത് വളരെ പ്രധാനമാണ്. ആർത്തിവ്യക്ത പ്രാക്തനജ്ഞാനഭക്തി ശുണ്ഡോൽക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദിൽ പരാത്മൻ ഭഗവാനെ. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി, ആർത്തനായിക്കൊണ്ട് ദുഃഖം അത് വ്യക്ത പ്രാർത്ഥന ജ്ഞാനഭക്തി. ജ്ഞാനഭക്തി എന്നുള്ളത് ജ്ഞാനവും ഭക്തിയും കൂടി അങ്ങനെയാണ്. നല്ല ജ്ഞാനമുണ്ട് ഇന്ദ്രദ്യുമ്നന്, നല്ല ഭക്തിയുണ്ട് ഇന്ദ്രദ്യുമ്നന്. ഇത് രണ്ടും കൂടി കിട്ടൽ വളരെ വിഷമമാണ്. ജ്ഞാനി
ജ്ഞാനിയാവുക, ഭക്തി ഉണ്ടാവുക. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് മുക്തി ഉറപ്പാണ്. ഇവിടെ ആർത്തനുമാണ്. എന്താ ദുഃഖം? മുതല പിടിച്ചു പോയി എന്നുള്ള ദുഃഖം. ഈ ദുഃഖം കാരണം കൊണ്ട് വ്യക്തീഭവിച്ച വ്യക്ത പ്രാക്തന, എന്താ അത്? സ്വത്വം. അതാണ് പൂർവജന്മ സ്മൃതിയാണ് വ്യക്ത പ്രാക്തന. സ്വത്വം, സ്വഭാവമായിട്ട് വരുന്നതാണ് സ്വത്വം. അതായത് ജീവൻ എത്ര കാലമാണോ സംസരിക്കുന്നത് അത്രയും കാലത്തെ ആ ഒരു സ്വത്വത്തെ ഇങ്ങനെ സാത്വിക ഭാവമാണോ, രജോ ഗുണഭാവമാണോ, തമോ ഗുണഭാവമാണോ, ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. മനസ്സോട് കൂടിയിട്ടാണ് ഈ ജീവൻ ഇങ്ങനെ സംസരിക്കുക. അപ്പോൾ ആ മനസ്സിൻ്റെതായിട്ടുള്ള കാമബാക്കിയായാലും കർമ്മബാക്കിയായാലും സംസാരത്തിന്റെ പലതും ബാക്കി വരും. ഈ വാസനാബലം അത് സ്വത്വമായിട്ടാണ് വരിക. അങ്ങനെയാണ് ഈ മനുഷ്യ ശരീരം കിട്ടുന്നതും ആനയുടെ ശരീരം കിട്ടുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രാരബ്ധം തീർക്കണച്ച എങ്ങനെ വേണം. അപ്പൊ അത് ആ സ്വത്വത്തെ ഓർമ്മ വന്നു. താൻ ആരാണ്? ബ്രഹ്മാംശമായിട്ടുള്ള ജീവനാണ്. ജ്ഞാനി ആയിരുന്നല്ലോ, മനുഷ്യജന്മമായിരുന്നല്ലോ കിട്ടിയിരുന്നത്, രാജാവായിരുന്നല്ലോ. അഗസ്ത്യ മഹർഷിന്റെ ശാപം മൂലം അത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സ്വത്വം കിട്ടിക്കഴിഞ്ഞാൽ ത്രികാലജ്ഞാനം കിട്ടിയിട്ടുണ്ടാവും, അത് ഓർമ്മിച്ചിട്ടും ഉണ്ടാകും. പൂർവജന്മത്തിലുള്ള തൻ്റെ ജ്ഞാനം മുഴുവൻ, വേദജ്ഞാനം മുഴുവൻ ഭഗവാന്റെ ഈ ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന് ഓർമ്മ വന്നു. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ, അതാണ് പ്രാക്തന, വ്യക്ത പ്രാക്തന, ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി സഹ ശുണ്ഡോൽക്ഷിപ്തൈ, തുമ്പി കൊണ്ട്, ശുണ്ടെന്ന് തുമ്പി, ക്ഷിപ്തൈ പറിച്ചെടുത്തതായിട്ടുള്ള, ശുണ്ഡോൽക്ഷിപ്തൈ തുമ്പി കൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്തതായിട്ടുള്ള ഈ പുണ്ടരീകൈഹി താമരപ്പൂക്കള്, ആ താമരപ്പൂക്കളെ കൊണ്ട് സമർച്ചൻ നന്നായിട്ട് തന്നെ ഭഗവാനെ അർച്ചിക്കുക. ഓരോ സൂക്തം ചൊല്ലും, അത് ഓരോ ശ്ലോകമായിട്ടാണ്. അങ്ങനെ ഓരോ ശ്ലോകമായിട്ട് ഈ സൂക്തങ്ങളെ ചൊല്ലിക്കൊണ്ട് സമർച്ചൻ പൂർവാഭ്യസ്തം, കഴിഞ്ഞ ജന്മത്തിൽ പരിശീലിച്ചതായിട്ടുള്ള അഭ്യസ്തം, നല്ലോണം പഠിച്ച് പാസ്സായിട്ടുള്ള ആളാ. അങ്ങനെയുള്ള ഭക്തി കിട്ടാനും ജ്ഞാനം കിട്ടാനും ഇതൊക്കെ വേണേ, അത് ഓർമ്മ വന്നു. അപ്പോൾ പണ്ട് പൂർവ്വജന്മത്തിൽ ചെയ്തതൊക്കെ ഇപ്പോൾ പൂർവാഭ്യസ്തം, അത് മുഴുവൻ നിർവിശേഷ ആത്മനിഷ്ഠം, നിർഗുണ ബ്രഹ്മത്തെ സംബന്ധിച്ചതായിട്ടുള്ള ആത്മനിഷ്ഠമാണ്, പരമാത്മനിഷ്ഠമാണ്. ഈ ജീവൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കാറായിരിക്കണം. അത് അതിനനുസരിച്ചുള്ളതാണോ ഒക്കെ പഠനം. ആ ജ്ഞാനമുണ്ട്. നിർവിശേഷാത്മ, മുഴുവൻ എന്നുള്ളതാണ്. വിശേഷാത്മാണ്, നിർവിശേഷാത്മ, നിഖിലം വിശേഷാത്മയാണ്. അപ്പം അതുകൊണ്ട് മുഴുവനും ബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള, ബ്രഹ്മാവസ്ഥയിലേക്ക് ജ്ഞാനിയായിക്കൊണ്ട് പൂർവ്വജന്മത്തിലെ ആ സ്മരണയ്ക്കനുസരിച്ച് ഇതെല്ലാം ചെയ്തു. എന്താ ചെയ്തത്? സ്തുതിയാണ് ചെയ്തത്. എങ്ങനെ സ്തുതിച്ചു? താമര എങ്ങനെ പറിക്കുക, ഇതിങ്ങനെ സ്തുതിക്കുക. അവിടെ ശ്ലോകങ്ങളായിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് സ്തുതി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ സൂക്തങ്ങളാണ് ചൊല്ലിയുണ്ടാവുക. ആ സൂക്തങ്ങൾ ആനയാകൊണ്ട് സംസാരം പുറത്തേക്ക് വരില്ല, വാക്ക് വൈഖരിയായിട്ട് പുറത്തേക്ക് വരില്ല. പക്ഷേ മനസ്സിൽ അത് മുഴുവൻ ഭാഗ്യസൂക്തായാലും പുരുഷ സൂക്തായാലും എല്ലാം അതങ്ങനെ ഓർമ്മ വന്നു, അതങ്ങനെ ചെയ്തു. ഇതിങ്ങനെ താമര അങ്ങനെ പറിക്കുക, അതിങ്ങനെ അർച്ചിക്കുക. സ്തോത്ര ശ്രേഷ്ഠം അന്വഗാദിയിൽ ഉത്തമമായിട്ടുള്ള ആ സ്തോത്രത്തെ ഇടതടവില്ലാതെ കണ്ട് ഭഗവാനെ നാമകീർത്തനാദികളെ കൊണ്ട്, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, നാമകീർത്തനാദികളെ കൊണ്ട് ഭഗവാനെ അർച്ചിച്ചു, പൂജിച്ചു, സ്തുതിച്ചു, എല്ലാം ചെയ്തു. ഒക്കെ മനോമഹാണ്, മാനസപൂജയാണ്. അത് മഹാഭാഗ്യ. പൂർവ്വജന്മ സ്മൃതി കിട്ടാനുള്ള ഭാഗ്യം ഈ വ്യക്ത പ്രാർത്ഥന കൊണ്ടാണ്. അതല്ലാച്ച കിട്ടില്ല. സ്വത്വത്തെ കൈ കിട്ടിയത് കൊണ്ടാണ്, പൂർവ്വജന്മ സ്മൃതി കിട്ടിയത് കൊണ്ടാണ്, ജ്ഞാനവും ഭക്തിയും ഉണ്ടായത് കൊണ്ടാണ്. പൂർവ്വജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പൊ കിട്ടിയതാണ്. അത് എപ്പോഴേ കിട്ടിയുള്ളൂ? മുതലപ്പെടുത്തം വന്നപ്പോഴേ കിട്ടിയുള്ളൂ. അതിനാണ് ഭഗവാൻ അത് ചെയ്തത്. അപ്പൊ ഭഗവാൻ ദുഃഖം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ധരിക്കണം. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോൽക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സോന്വഗാദിൽ പരാത്മൻ ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി സഹ ശുണ്ഡോൽക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം അന്വഗാദീത്. ആർത്തി വ്യക്ത പ്രാക്തന, വ്യക്തി പ്രാക്തന അത് ഒന്നിച്ചാണ്, വ്യക്ത പ്രാക്തന ഒന്നിച്ചാണ്. ജ്ഞാന ഭക്തി ശുണ്ഡോൽക്ഷിപ്തൈ, ശുണ്ഡ ഉൽക്ഷിപ്തൈ, ശുണ്ഡാ ഉൽക്ഷിപ്തൈ, ശുണ്ഡാ ദീർഘമാണ്, ശുണ്ഡാ ഉൽക്ഷിപ്തൈ തുമ്പിക്കൈയാൽ പറിച്ചെടുത്തതായിട്ടുള്ള പുണ്ടരീകൈ താമരപ്പൂക്കളെ കൊണ്ട് സമർച്ചൻ നന്നായിട്ട് തന്നെ അർച്ചിച്ചു. പൂർവ അഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സഹ അന്വഗാദിർ പരാത്മൻ. ഈ ഭഗവാനെ മേൽപ്പത്തൂര് ഗുരുവായൂരമ്പലത്തിൽ നിന്നിട്ട് ഭഗവാനെ വിളിച്ചിട്ട് പറയാണ്, ഭഗവാനെ ദുഃഖനിമിത്തം വ്യക്തീഭവിച്ചതായിട്ടുള്ള
അതാണ് ശരിക്കും ദുഃഖം വന്നാലാണ് ആ സ്വത്വത്തെ കിട്ടുക. അങ്ങനെ കഴിഞ്ഞ ജന്മത്തിലെ ജ്ഞാനം കൊണ്ട് ഭക്തി കൊണ്ട് ആ ഇന്ദ്രദ്യുമ്നായിട്ടുള്ള ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്തതായിട്ടുള്ള ഈ താമരപ്പൂക്കളെ കൊണ്ട് അർച്ചിക്കുന്നു. അത് കഴിഞ്ഞ ജന്മത്തില് ശീലിച്ചതായിട്ടുള്ള ഈ നിർഗുണ ബ്രഹ്മോപാസന അതനുസരിച്ചുള്ള പുരുഷ സൂക്താദി കാര്യങ്ങളെ കൊണ്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് ഉത്തമമായിട്ടുള്ള സ്തോത്രമായിട്ട് ഇടതടവില്ലാതെ കണ്ട ഈ 1000 കൊല്ലവും ഭഗവാനെ സ്മരിച്ചു കൊണ്ടേയിരുന്നു, പൂക്കളെ അർച്ചിച്ചു കൊണ്ടേയിരുന്നു. വല്ലാത്തൊരു താമരയാണ് അർച്ചിക്കണത്. ഇനി അതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ടോൽക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സോന്നുഗാദീൽ പരാത്മൻ ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാദേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂ പുരസ്താത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർഗുണസ്ഥം നിർഗുണത്തിനെ ആധാരമാക്കിയിട്ടുള്ള സ്തോത്രം ആ സ്തുതി സമസ്തം മുഴുവനും ശ്രുത്വ കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈഹി ബ്രഹ്മാവ് ഈശ്വരൻ മഹാദേവൻ തുടങ്ങിയ എല്ലാവരും ത്വം നഹി ഇത് എന്നെയല്ലോ സ്തുതിക്കുന്നത് എന്ന് അപ്രയാതെ അത് കാരണം പുറപ്പെടാൻ അവിടുന്ന് പോകുന്നില്ല. എന്നിട്ട് ഈ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വരാൻ നിർത്തിയില്ല. സർവാത്മാത്വം എല്ലാം അറിയുന്നതായിട്ടുള്ള ഭഗവാന് ഭൂരി കാരുണ്യവേഗാത് വളരെയധികം കാരുണ്യവേഗം കൊണ്ട് ഗരുഡന്റെ പുറത്ത് വരുമ്പോൾ സ്പീഡ് പോരാ തോന്നി കാരുണ്യവേഗം കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി താർക്ഷ്യാരൂഢ ഗരുഡൻ നിന്നും ഗരുഡന്റെ പുറത്ത് കയറി വന്നതായിട്ടുള്ള ലക്ഷ്മി സമേതനായിട്ടുള്ള ആ ഭഗവാൻ പുരസ്താത് ഇന്ദ്രദ്യുമ്നന്റെ മുമ്പിൽ പ്രേഷിത കാണപ്പെട്ടവനായിട്ട് അഭൂഹു ഭവിച്ചു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇതി അപ്രയാദേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിത അഭൂഹു പുരസ്താത്. നിർഗുണസ്ഥം സ്തോത്രം സമസ്തം ശ്രുത്വ ബ്രഹ്മേശാദ്യൈഹി അഹം ന ഇതി അപ്രയാദേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പുരസ്താത് പ്രേക്ഷിത അഭൂഹു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാദേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂ പുരസ്താൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിർഗുണ ബ്രഹ്മത്തെ തന്നെ ആധാരമാക്കിയിട്ട് ഈ ഇന്ദ്രദ്യുമ്നായിട്ടുള്ള ഈ ഗജേന്ദ്രൻ മുതലപ്പിടുത്തം കൊണ്ട് വല്ലാതെ കണ്ട് വേദന അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ജ്ഞാനഭക്തിയോട് കൂടിയിട്ട് അതേപോലെ പൂർണ്ണമായിട്ടും ബ്രഹ്മത്തെ ആശ്രയിക്കുക എന്ന രീതിയിലുള്ള സൂക്താദികളെ ചെയ്തുകൊണ്ട് സ്തുതി ചെയ്ത് ഈ താമരപ്പൂവ് ഇങ്ങനെ അർച്ചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനായാലും മഹാദേവനായാലും ഇത് എന്നെയല്ലല്ലോ എന്ന് തോന്നുക. കാരണം അവിടുന്ന് പോരാൻ നിവർത്തിയില്ല. അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിവർത്തിയില്ല. എല്ലാം അറിയുന്നതായിട്ടുള്ള ഭഗവാൻ ഈ ഭക്തൻ അങ്ങോട്ട് മുങ്ങി നിങ്ങള് സിങ്കിങ് ആണ്. അപ്പൊ മരിക്കണേന്റെ മുന്നേ മുക്തി കൊടുത്താലാണ് മുക്തിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേഗം ലക്ഷ്മി സമേതനായിട്ട് ഗരുഡന്റെ പുറത്ത് ഇവിടേക്ക് വന്നു. അപ്പോൾ വേഗം പോരാ, കാരണം ഇവിടെ മുങ്ങോ സംശയം. അപ്പൊ അതുകൊണ്ട് 1000 കൊല്ലായി മുതല ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചോരി നീരും ഒന്നും ഇല്ലാണ്ടേ അപ്പോൾ പ്രത്യക്ഷപ്പെടാറാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഗരുഡന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഭഗവാൻ വേഗം തന്നെ ഈ ആനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം. ഹസ്തേന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യദാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തേ ത്വൽസാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മാം. ത്വം അങ്ങ് തം ആ ഗജേന്ദ്രനെ ഹസ്തേന്ദ്രം ഈ ഇന്ദ്രദ്യുമ്നനെ ഹസ്തപത്മേന തൻ്റെ താമര കൈകളെ കൊണ്ട് ധൃത്വ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ടോ അങ്ങോട്ട് ഉയർത്തി ചക്രേണ വലത്തെ കൈ കൊണ്ട് സുദർശന ചക്രം വിട്ടു. നക്രവര്യം ആദ്യം മുതലയ്ക്ക് നക്രം എന്ന് പറഞ്ഞാൽ മുതല. ആ നക്രവര്യം മുതല ശ്രേഷ്ഠനെ ഹൂഹു എന്നുള്ള ഗന്ധർവനെ മുതലായിട്ട് വന്ന ഗന്ധർവനെ ഗജേന്ദ്രന്റെ കാലു പിടിച്ച ഭക്തന്റെ കാലു പിടിച്ചായിട്ട് നക്രവര്യം ഭക്തന്റെ കാലു പിടിച്ച ഭക്തനെ വ്യദാരി കഴുത്താണ് ഛേദിച്ചു. എന്നിട്ടോ അസ്മിൻ ഈ ഗന്ധർവനായിട്ടുള്ള ഹുഹുവിന് മുക്തശാപേ ശാപമുക്തി കൊടുത്തു. സഹ ഹസ്തി ആ ആന ഈ ഇന്ദ്രദ്യുമ്നാകുന്ന ഈ ഗജേന്ദ്രനാവട്ടെ ത്വൽ സാരൂപ്യം അങ്ങയുടെ സാരൂപ്യം എന്നുള്ള ആ മുക്തിയെ സ്വീകരിച്ചുകൊണ്ട് പ്രാപ്യ ദേദീപ്യതേ സ്മ ശോഭിച്ചു. ഭഗവാൻ വിഷ്ണു എങ്ങനെയാണോ ശോഭിക്കുന്നത് അതേപോലെ ശോഭിച്ചു എന്നാണ്. ഭഗവാൻ ഈ ഗജേന്ദ്രനെ തൻ്റെ താമര കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് തുമ്പി പിടിച്ച് അങ്ങോട്ട് ഉയർത്തി അതിനുശേഷം വലത്തെ കൈയിലുള്ള സുദർശന ചക്രം അങ്ങോട്ട് വിട്ട് ഈ മുതലയെ കഴുത്ത് പിളർന്നുകൊണ്ട് ആനയുടെ കാലിൽ നിന്നും പിടുത്തം വിട്ടു. മാത്രമല്ല ആ മുതല മുക്തനായി
ഗന്ധർവൻ ഹുഹു എന്ന ഗന്ധർവനായിട്ട് ഗന്ധർവ ലോകത്തിലേക്ക് തന്നെ ശാപമുക്തനായിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ ഈ ഭക്തനായിട്ടുള്ള ഗജേന്ദ്രനാകുന്ന ഈ ആനയെ ഇന്ദ്രദ്യുമ്നനെ സാരൂപ്യമുക്തി കൊടുത്തുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ത്വം തം ഹസ്തീന്ദ്രം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ നക്രവർയം വ്യദാരീഹി അസ്മിൻ ഗന്ധർവേ മുക്തശാപേ സഹ ഹസ്തി ത്വൽ സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യദാരീ ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽ സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായൽസോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ശ്രീഹരേ, ഏതത് വൃത്തം, ഈ ചരിത്രം, ഈ കഥ, ത്വാം ച നിന്നെയും, മാം ച എന്നെയും, ഇന്ദ്രദ്യുമ്നായിട്ടുള്ള നിന്നെയും വിഷ്ണുവായിട്ടുള്ള എന്നെയും, യഹ ആരാണോ പ്രഗേ പ്രഭാതത്തിലെ രാവിലെ ഗായത് ഗാനം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രാവിലെയാണ് പ്രഭാതത്തിലാണ് ഈ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഇത് ചെയ്യുന്നത്. അത് വലിയ ഭാഗ്യമാണ്. പ്രഗേ ഗായത് ഗാനം ചെയ്യുന്നത്, പാടുന്നത്, സഹ ആ ജീവൻ, അയം ഈ ഭക്തൻ, ഭൂയസെ വലുതായിട്ടുള്ള ശ്രേയസെ ശ്രേയസ്സിന് കാരണമാക്കി തീർക്കും, ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് സാരം. ഭഗവാന്റെ വാക്കാണത്. ഭഗവാൻ ഇത്രയും കൂടുതൽ ഫലശ്രുതി പറഞ്ഞ വേറൊരു അധ്യായമില്ല. അങ്ങനെ ഭൂയസെ വലുതായിട്ടുള്ള ശ്രേയസെ ശ്രേയസ്സിന് സ്യാദ് അർഹനായിത്തീരുന്ന ശ്രേയസ്സിലേക്ക് എത്തിച്ചേരും. ശ്രേയസ് കിട്ടുക തന്നെ ചെയ്യും. സ്യാദ് ഉറപ്പാണ്, ഷുവർ, അതാണ്. വേറൊന്നിനും ഇങ്ങനെ ഗ്യാരണ്ടി ഇല്ല. ഹേ വാതാലയേശ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, വിഷ്ണു, ഈ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ ആവശ്യപ്പെടാണ്. ഇതി ഏനം, ഇങ്ങനെ, ഈ പ്രകാരം ഉക്വ പറഞ്ഞതിന് ശേഷം ആ ഭഗവാൻ തേന സാർത്ഥം ആ ഗജേന്ദ്രനാകുന്ന സാരൂപ്യമുക്തി കിട്ടിയതായിട്ടുള്ള ഭഗവാന്റെ അതേ രൂപത്തോടു കൂടിയിട്ട് ധിഷ്ണ്യം വൈകുണ്ഠധാമനം, ധിഷ്ണ്യം ആ വൈകുണ്ഠത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ വൈകുണ്ഠത്തിലേക്ക് ഗതഹ പ്രാപിച്ചതായിട്ടുള്ള ത്വം അങ്ങ് എന്നെ പാഹി രക്ഷിച്ചാലും. ഇപ്പോൾ ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് വന്ന് ഗരുഡന്റെ പുറത്ത് ഭഗവാൻ ലക്ഷ്മിയും കൂടിയിട്ട് കയറി. അപ്പം ഈ ഗജേന്ദ്രനെ കയറാനുള്ള, ഈ ഇന്ദ്രദ്യുമ്നനെ കയറാനുള്ള മറ്റൊരു ഗരുഡനെ വരുത്തി. ആ ഗരുഡന്റെ പുറത്ത് ഈ വിഷ്ണുവായിട്ട് സാരൂപ്യമുക്തി കിട്ടിയതായിട്ടുള്ള ഇന്ദ്രദ്യുമ്ന രാജാവ് ഗജേന്ദ്രൻ ആനപ്പുറത്ത് കയറിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേ യോ ഗായേത് സഹ അയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇതി ഉക്വാ ഏനം തേന സാർത്ഥം ഗതഃ ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഏതത് വൃത്തം ത്വാം ച മാം ച യഹ പ്രഗേ ഗായത് സഹ അയം ഭൂയസേ ശ്രേയസേ സ്യാത് ഹേ വാതാലയേശ വിഷ്ണോ ഇതി ഏനം ഉക്വാ തേന സാർത്ഥം ധിഷ്ണ്യം ഗതഃ ത്വം പാഹി. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ ഇന്ദ്രദ്യുമ്നനെ അനുഗ്രഹിച്ചത്, അതേപോലെ തന്നെ നമ്മളെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.